സുഹൃത്തുക്കളെ, ആരിസ് വൈത്തിരിയാണ്. ഞാനും സൗഖ്യത്തുള്ളത് നമ്മളെ മുസ്ലിം ലീഗ് കൊടുക്കുന്ന 51 വീട്, തൽക്കാലം 51 വീടുകൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ എല്ലാ വിഷ്വലുകളും നമുക്ക് കാണിച്ചു തരാം. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മുസ്ലിം ലീഗ് കൊടുക്കുന്ന 105 വീടുകളുണ്ട്. അതിൽ 51 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. അതിൻ്റെ താക്കോൽദാനം നാളെ 28-ാം തീയതി ശനിയാഴ്ച ആണ് നടക്കുന്നത്. എല്ലാവരും കാണാൻ താല്പര്യമുള്ള എല്ലാവരും വരും അല്ലേ? അതെ. കൂടുതൽ വിഷ്വലിലേക്ക് നമുക്ക് കിടക്കാം. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് കൽപ്പറ്റ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ മുസ്ലിം ലീഗ് കൊടുക്കുന്ന 51 വീടിന്റെ ഒരു വിഷ്വൽ, പൂർത്തിയായ വീടുകളെ ഒരു വിഷ്വലാണ്. ഞാനും സൗഖ്യത്ത് നമ്മളെ ലീഗ് കൊടുക്കുന്ന വീടിന്റെ ആ സ്ഥലത്തായിട്ടുള്ളത്. നാളെ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനമാണല്ലോ അല്ലേ? നാളെ കൊടുക്കാം. നാളെ 28-ാം തീയതിയാണ് 51 വീടിന്റെ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ. ഇതൊരു വീടാട്ടോ. അത് ഈ വീടിന്റെ ഫ്രണ്ടും ആ വീടിന്റെ വഴി തന്നെയാണ്. അതല്ല, ചില ആൾക്കാർ പറഞ്ഞത് ഇത് പാടിമാരാണ്. ഒരു ഭാഗത്ത് ഒരു ചുമരമ്മ ആണി അടിച്ചാൽ അപ്പുറത്ത് കേൾക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നോക്കി. നോക്കിക്കോ, ഈ ഭാഗം തന്നെ ഒരു 3.5 മീറ്റർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇത് ഉള്ളിലേക്ക് കുറച്ച് തള്ളിയതായതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു 5 മീറ്റർ ഉണ്ട്. ഇത് മൊത്തത്തിലൊരു വീടാട്ടതാ. ഇങ്ങനെയാണ് വീട് വരുന്നത്. നാളെയാണ് നമ്മളെ വീടുകൾ കൊടുക്കുന്നത്. 51 വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 51 വീടുകളുടെ താക്കോൽദാനം നാളെയാണ് ഇവിടെ. ഇത് നോക്കി, നല്ല സൂപ്പർ വീടുകളാണ്ടോ. ഒരേ മാതിരിയുള്ള കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണേ ഏതായാലും കണ്ടില്ലേ, തല വരെ വീട്. എൻ്റെ പേര് ബേബി. ഈ മുസ്ലിം ലീഗിൻ്റെ സ്നേഹഭവനങ്ങളുടെ സമർപ്പണം നടക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്താണ്. നേരെ മുന്നിലാണ്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഭവന സമുച്ചയം. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും സന്തോഷത്തോടെ അറിയിക്കുന്നു. നേരെ മുന്നിലാണ് സന്തോഷം കൂടി മൂപ്പര് പങ്കുവെക്കുകയാണ് അല്ലേ? അതെ, ഇത് ഇപ്പൊ ഒരു ടൗൺഷിപ്പ് മാതൃകയിലാണ് വരുന്നത്. ഏറ്റവും നല്ല താമസ സൗകര്യത്തോടു കൂടി തന്നെയാണ് ലീഗ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിൽ വളരെയധികം. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും ലീവ് ഉണ്ടാവില്ല, നമുക്ക് വരാൻ പറ്റില്ല. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നാളെയാണ് താക്കോൽദാനം. അപ്പോൾ നമുക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കുക. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള കൽപ്പറ്റ ടൗണിൽ, അതായത് ബൈപ്പാസ് റോഡിൽ തന്നെ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ടൗൺഷിപ്പിൻ്റെ ഒരു വിഷ്വലുമായിട്ട് വീണ്ടും കാണാം.